നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിണറായി സർക്കാരിനെതിരെ മകരവിളക്ക് ദിവസം ചേർപ്പിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിച്ച് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് തായംകുളങ്ങരയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചേർപ്പടിഞ്ഞാട്ടുമുറി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് മകരവിളക്ക് ഉത്സവത്തിൽ പങ്കെടുത്തത്. ചേർപ്പ് പെരുമ്പുളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കും. ജനുവരി 18 മുതൽ 25 വരെയാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക. വാർത്തകൾ വിശദമായി. പിണറായി സർക്കാരിനെതിരെ മകരവിളക്ക് ദിവസം ചേർപ്പിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിച്ച് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് തായംകുളങ്ങരയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ CPM നേതാക്കളെ പിണറായി സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ചു നാളുകളായി നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൊള്ള നമ്മളുടെ കേരളത്തിൽ നടക്കുകയുണ്ടായി. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കളവ് പോയതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സമൂഹത്തിലെ എല്ലാ ആളുകളും ഒരുപാട് വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ദിനംപ്രതി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും നമ്മൾ കണ്ടും കേട്ടും കഴിയുന്ന ആളുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വിജയമല്യ എന്ന് പറയുന്ന ആൾ 1998 ശബരിമലയിൽ സ്വർണം പൊതിയാനായി 40 കിലോ തൂക്കം വരുന്ന സ്വർണ്ണപ്പാളികൾ നമ്മൾ ശബരിമല പൊന്നമ്പലമേടും അതുപോലെ തന്നെ ദ്വാരപാല ശില്പങ്ങളും സ്വർണം പൊതിയുകയും പിന്നീട് ആ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ എന്ന പേരിൽ അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോൾ സ്വർണം മാറി അത് ചെമ്പിൽ സ്വർണം പൂശിയ ഇതാണ് ദ്വാരപാല ശില്പങ്ങളാണ് അവിടെ കൊണ്ട് സ്ഥാപിച്ചത്. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ KR സിദ്ധാർത്ഥൻ, M സുജിത് കുമാർ, സഹകരണ ബാങ്ക് ഡയറക്ടർ മജീദ് മുത്തുള്ളിയാൽ എന്നിവർ സംസാരിച്ചു. ഷിനോ മുത്തുള്ളിയാൽ, VI ഷമീർ, പ്രവീൺ ആഞ്ചേരി, നിഖിത ലിബിൻ, ദിവ്യ സന്തോഷ്, ക്രിസ്റ്റീന, മീര കണ്ണൻ, ജയശ്രീ ഷാജൻ, ബൈജു സെൻ, ലോഹിതാക്ഷൻ, സന്തോഷ് ഐതാടൻ, ഷനിൽ പെരുവനം, ജിൻസി സുധീഷ്, MS വിനു എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് മകരവിളക്ക് ഉത്സവത്തിൽ പങ്കെടുത്തത്. വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമവും തുടർന്ന് വിവിധ അഭിഷേക ചടങ്ങുകളും നടന്നു. പ്രകാശൻ തിരുമേനി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെല്ല്, അവിൽ, മലർ എന്നീ പറകൾക്കൊപ്പം വെച്ചു നമസ്കാര നാണയപ്പറ സമർപ്പണവും മറ്റ് വിശേഷാൽ പൂജകളും നടന്നു. ഉച്ചയ്ക്ക് പ്രസാദഊട്ട് വിതരണം ചെയ്തു. വൈകിട്ട് നടപ്പുരയിൽ കർപ്പൂരാരതി സമർപ്പിച്ചു. മകര സംക്രമത്തെ തുടർന്ന് ശ്രേയസ് നമ്പൂതിരിപ്പാടിന്റെ അഷ്ടപതിയും തൃശൂർ സൗപർണിക അവതരിപ്പിച്ച ഗാനമേളയും ക്ഷേത്ര നാരായണീയം ഭജന സംഘത്തിന്റെ നാമസങ്കീർത്തനവും നടന്നു. നിരവധി ഭക്തരാണ് മകരവിളക്ക് ഉത്സവത്തിൽ പങ്കെടുത്തത്. ചേർപ്പ് പെരുമ്പുളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കും. ജനുവരി 18 മുതൽ 25 വരെയാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക. പെരികമന ശ്രീനാഥ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക എന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 18 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് ഭക്തർ ആനയിക്കും. വൈകിട്ട് 6:30 റിട്ടയർഡ് പ്രൊഫസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ CV കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. ആചാര്യവരണത്തെ തുടർന്ന് ശ്രീനാഥ നമ്പൂതിരി മഹാത്മ്യ പ്രഭാഷണം നടത്തും. 22 വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാര ദിവസം തിരുവാതിരക്കളി, കോൽക്കളി എന്നിവ നടക്കും. 23 വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ദിവസം പെരുമ്പിള്ളിശ്ശേരി ചേന്നംകുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് സ്വയംവര ഘോഷയാത്ര നടക്കും.
നാദസ്വരത്തിന്റെ അകമ്പടിയോടെയുള്ള സ്വയംവര ഘോഷയാത്ര തുടർന്ന് യജ്ഞമണ്ഡപത്തിൽ പ്രവേശിക്കും. യജ്ഞ ദിവസങ്ങളിൽ പ്രസാദഊട്ടും സമാപന ദിവസമായി 25-ന് ഞായറാഴ്ച മഹാപ്രസാദഊട്ടും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എം രാമചന്ദ്രൻ, സെക്രട്ടറി ടി.എൻ. ബാലൻ, പ്രവീൺ ആഞ്ചേരി, പി. രാഘവൻ നായർ, എം. ബി. ബാബു, കെ. രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 8ാമത് ഭാഗവത സപ്താഹമാണ് ഈ മാസം 18-ാം തീയതി ആരംഭിക്കുന്നത്. 18-ാം തീയതി ആരംഭിച്ച് 25-ാം തീയതി അവസാനിപ്പിക്കുന്നു. ഇതിലെ പ്രധാന ആചാര്യൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പെരികമന ശ്രീനാഥ് നമ്പൂതിരി ആണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഏറ്റവും ഭംഗിയായും ചിട്ടയായും നടത്തുന്നതിനുള്ള ഉത്സാഹത്തിലാണ് സപ്താഹ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും എല്ലാം. ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഈ സപ്താഹം കൊണ്ടാടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നരസിംഹമൂർത്തി ആയതുകൊണ്ട് നമുക്ക് ഈ ഉത്സവങ്ങൾ ആനയെഴുന്നള്ളിച്ചിട്ടോ ഉള്ള ഉത്സവങ്ങളൊന്നും നടത്താൻ അവിടുത്തെ ആചാരങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് നടത്തുന്നത്. ഇപ്പോൾ സപ്താഹം, അതുപോലെ തന്നെ നരസിംഹ ജയന്തി, പ്രതിഷ്ഠാദിനം, അതേപോലെ മഹാഗണപതി ഹോമം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ നാട്ടുകാരും എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് ഇതിന് നടത്തിപ്പിന് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ പിന്തുണയും നമുക്ക് അദ്ദേഹം നമ്മുടെ ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. വളരെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്നിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ക്ഷേത്രം വളർന്നു കഴിഞ്ഞു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഈ മാസം 16 മുതൽ 19 വരെ ആഘോഷിക്കും. 18-ന് ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം. തൈക്കാട്ടുശ്ശേരി പള്ളിയുടെ ജൂബിലിയാനന്തര തിരുനാളിന് മുന്നോടിയായി നവവാരം ആചരിക്കുകയാണെന്ന് ഇടവക വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷമായിട്ട് ഈ ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ്. 16-ാം തീയതി വൈകിട്ട് ഇലുമിനേഷൻ സ്വിച്ച് ഓൺ കർമ്മം, അതിന് നമ്മുടെ പതിരത്വം ഗ്രൂപ്പിൻ്റെ CEO നീലൻ നമൂസിൻ്റെ അധ്യക്ഷതയിൽ മേയർ ഡോക്ടർ നിജ് ജസ്റ്റിൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. പിന്നെ 16-ാം തീയതി കൂട് തുറക്കലും അമ്പെഴുന്നള്ളിപ്പുമാണ്. അമ്പെഴുന്നള്ളിപ്പ് കാര്യക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. അമ്പെഴുന്നള്ളിപ്പ് സാധാരണ നമ്മൾ നടത്താറുള്ളത് പോലെ തന്നെ ആ സമയം തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 9 യൂണിറ്റുകളായിട്ട് 10 മിനിറ്റ് നേരമാണ് പള്ളിയിൽ നമ്മൾ സമയം അനുവദിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച വിശുദ്ധ ആന്തോണിസിന്റെയും ബുധൻ വിശുദ്ധ ഔസേപ്പിന്റെയും വ്യാഴം ഇടവക മധ്യസ്ഥനായ സെന്റ് പോളിന്റെയും ദിനമായി ആചരിക്കുകയാണ്. 16-ന് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. വൈദ്യരത്നം ഗ്രൂപ്പിന്റെ CEO ഡോക്ടർ നീലകണ്ഠൻ മൂസ് അധ്യക്ഷനാകും. 17-ന് ശനിയാഴ്ച രാവിലെ 6:15-ന് കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. ഒല്ലൂർ ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് പ്രസുതേന്തി വാഴ്ചയും അമ്പ് വെഞ്ചരിപ്പും നടക്കും. രാവിലെ വീടുകളിലേക്ക് നടക്കുന്ന അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി 10-ന് പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ 18-ന് ഞായറാഴ്ച രാവിലെ 6:15-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അമ്പെടുത്ത് വെക്കലും പൂമാല സമർപ്പണവും നടക്കും. രാവിലെ 10-ന് നടക്കുന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ടോണി കാക്കശ്ശേരി മുഖ്യ കാർമ്മികനാകും. ഫാദർ ജിയോ ചെരടായി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും നടക്കും. 9 കുടുംബ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് 9 പൊൻകുരിശുകൾ, 90 പട്ടുകുടകൾ, ജൂബിലിയാനന്തര വർഷത്തിന്റെ പ്രതീകമായി 51 വീതം പേപ്പൽ കുടകൾ, പേപ്പൽ കൊടികൾ, ബലൂണുകൾ എന്നിവയ്ക്കൊപ്പം യൂണിഫോം ധരിച്ചവരും പ്രദക്ഷിണത്തിലുണ്ടാകും. 19-ന് തിങ്കളാഴ്ച വൈകിട്ട് 6:30-ക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗാനമേളയും അരങ്ങേറും. 25-ന് 8-ാം ഇടവും ആഘോഷിക്കും. ഇടവക വികാരിക്കൊപ്പം ട്രസ്റ്റിമാരായ ജോസ് തൈക്കാട്ടുശ്ശേരി, ആന്റണി ആൻഡ്രൂസ്, ബിനോയ് പടിക്കല, ഫ്രാൻസിസ് മുത്തിപ്പീടിക എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡോക്ടർ PC അലക്സാണ്ടർ മെമ്മോറിയൽ സംസ്ഥാന ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ സീനിയർ വിഭാഗം 2ാം സ്ഥാനം നേടിയ മീനാക്ഷി ലതീഷിന് ആദരം. വെങ്ങിലിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂൾ കർമ്മനിരത സംഖ്യാംഗമാണ് മീനാക്ഷി ലതീഷ്. ഗുരുകുലം പബ്ലിക് സ്കൂൾ കർമ്മനിരത സഖ്യാംഗമായ മീനാക്ഷി ലതീഷിനെ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത്.
അഖില കേരള ബാലജന സഖ്യം അംഗങ്ങൾക്കായാണ് ഡോക്ടർ PC അലക്സാണ്ടർ മെമ്മോറിയൽ ഇംഗ്ലീഷ് പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത്. മീനാക്ഷി ലതീഷിനെ സ്കൂൾ പ്രിൻസിപ്പൽ M കൃഷ്ണമൂർത്തി പൊന്നാടയണിയിച്ചു. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ ഉപഹാരമായി പുസ്തകങ്ങൾ സമ്മാനിച്ചു. വൈസ് പ്രിൻസിപ്പൽ KV ബിന്ദു, തൃശൂർ യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് സ്വലേഹ്, യൂണിറ്റ് സഹകാരി ജിസി, PV കല എന്നിവർ സംസാരിച്ചു. ദേശീയപാത നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. അപകടത്തിൽ ഡ്രൈവർ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. കണ്ടെയ്നർ ലോറിയിൽ നിന്ന് പിക്കപ്പ് വാനിലേക്ക് മാറ്റുമ്പോഴായിരുന്നു തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്ന് പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്കാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. തീപിടുത്തത്തിൽ കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടായിരുന്ന പടക്കം പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ പുത്തൂർ സ്വദേശി അനൂജ് നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീപിടുത്തത്തെ തുടർന്ന് വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ക്ഷേത്ര ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. എടവിലങ്ങ് കാര പുതിയ റോഡിന് സമീപം ശ്രീകൃഷ്ണ മാരുതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ക്ഷേത്രനടയിൽ വെച്ചിരുന്ന വലിയ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി കുത്തി തുറന്ന നിലയിലാണ്. മറ്റൊരു ഭണ്ഡാരവും കുത്തി തുറന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ഭണ്ഡാരം തുറക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ക്ഷേത്രം ഭാരവാഹികൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ET ടൈസൺ MLA, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, പഞ്ചായത്ത് അംഗം സുജിത്ത് തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,165 രൂപ, പവന് 1,05,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിണറായി സർക്കാരിനെതിരെ മകരവിളക്ക് ദിവസം ചേർപ്പിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിച്ച് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് തായംകുളങ്ങരയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചേർപ്പടിഞ്ഞാട്ടുമുറി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് മകരവിളക്ക് ഉത്സവത്തിൽ പങ്കെടുത്തത്. ചേർപ്പ് പെരുമ്പുളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കും. ജനുവരി 18 മുതൽ 25 വരെയാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.